തൊളേതൂല് തീ പിടിച്ച ഒരു സ്ഥലത്താണ്. അപ്പുറത്തെ സൈഡിൽ കംപ്ലീറ്റ് കത്തി വെച്ചേക്കുന്നതാണ്. ദയനീയാവസ്ഥയിലേക്ക് നീങ്ങിയത്. ഇന്നലെ തന്നെ കത്തിയേക്കുന്ന 20,000 ഹെക്ടർ സ്ഥലമാണ്. ഇവിടെ കുറെ തരിശു വീടുണ്ട്. ഇവിടെ ജനവാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ല അല്ലെ. സൈഡിലൊക്കെ ഏതാണ്ട് ഒരു 5-6 കിലോമീറ്റർ നിന്ന് കത്തി പോയിട്ടുണ്ട്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ നിൽക്കുന്നത് തൊളേതൂല് തീ പിടിച്ച ഒരു സ്ഥലത്താണ്. കാരണം ഇവിടെ ഭയങ്കര ചൂടായിരുന്നു. എത്ര ഡിഗ്രി സെൽഷ്യസ്? 44 ഡിഗ്രി സെൽഷ്യസ്, 42 ഡിഗ്രി സെൽഷ്യസ് ചൂടില് കത്തിക്കരഞ്ഞ് ഹെലികോപ്റ്ററൊക്കെ വന്നിട്ട് കണ്ടോ നിറച്ച് ഇതിന്റെ പുകയുടെ മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ എല്ലാം ഒരു തീ പിടിച്ചൊരവസ്ഥയിലേക്ക് മാറിപ്പോയി. ദയനീയമായിരുന്നു ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഞങ്ങൾ സ്ഥിരമായിട്ട് നടക്കാൻ വരുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ എല്ലാം പ്രൊഹിബിറ്റോ എന്ന് പറഞ്ഞിട്ട്, അതായത് ഇവിടെ പാസ് ചെയ്യാൻ പാടില്ല കാൽനടക്കാർക്കെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ ഇതുപോലെ തന്നെ കെട്ടി വെച്ചിട്ടുണ്ട്, റിബൺ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാണ്. അതായത് ഏകദേശം 9 മാസങ്ങൾക്ക് ശേഷം വീണ്ടും നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഒരു വ്യായാമൊക്കെ ആയിക്കോട്ടെ എന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിയണത് ഇവിടെ മൊത്തം തീ പിടിച്ച് ഭയങ്കര ഇതായിട്ട് കിടക്കുമായിരുന്നു എന്ന്. കണ്ടോ, ഒരു വലിയ മരം അത് കടയപ്പാടെ വീണ് കിടക്കുന്നൊരു സംഭവമാണ് കാണാൻ പറ്റണത്. ഇവിടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം, ഒരു മനുഷ്യനും പാസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഞാൻ നടക്കുന്ന സ്ഥലത്തിടെ ഞങ്ങൾ നടന്നു പോകുമ്പോ തന്നെ അതിന്റെ ഫ്രണ്ടിലത്തെ ഏരിയ കാണിച്ചു കേട്ടോ. ഇവിടെ ഇതുപോലെ തന്നെ ഇവിടേക്ക് പാസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് റിബണൊക്കെ കെട്ടിയിട്ട് അവർ വെച്ചേക്കാണ്. അപ്പുറത്തെ സൈഡിൽ കംപ്ലീറ്റ് കത്തി വെച്ചേക്കെന്നാണ് ഇപ്പൊ നമുക്ക് കാണാനായിട്ട് സാധിക്കണത്. കണ്ടില്ലേ, ഈ ഒരു പച്ചപ്പല്ല ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ഞാൻ ജസ്റ്റ് ക്യാമറ ജസ്റ്റ് പുറകോലോട്ടൊക്കെ കാണിച്ചു. കണ്ടില്ലേ, ഇവിടെ കംപ്ലീറ്റ് കത്ത് പിടിച്ചേക്കാണ്. എത്രത്തോളം ഇതായിട്ട് സൂം ചെയ്ത് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ഫുള്ള് കത്തിക്കറിഞ്ഞ അവസ്ഥയാണ്. തൊളേതോ ഇത്രയധികം എന്താ പറയാ ഒരു ദയനീയാവസ്ഥയിലേക്ക് നീങ്ങിയത്. ഈ കാണുന്ന പച്ചപ്പ്, അതായത് പച്ച മരത്തിൽ എങ്ങനെ കത്ത് പിടിക്കും എന്ന് പോലും നമ്മൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ കത്ത് പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഇവിടെ രക്ഷിച്ചത്. 20,000 ഹെക്ടർ സ്ഥലമാണ് ഇവിടെയോ, തൊളതേലോ? അതായത് ഇന്നലെ തന്നെ കത്തിയേക്കുന്ന 20,000 ഹെക്ടർ സ്ഥലമാണ്. പിന്നെ അതുപോലെ ആവില, മാൻഡ്രിഡ് അവിടെയൊക്കെ കത്തിയിട്ടുണ്ടല്ലോ. അത് ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ വരുമ്പോ കത്തൂലേ? അത് ചൂട് കൂടുന്ന പുല്ലുകൾ തമ്മിൽ ഇതാകുന്നതാണ്. അതായത് ഈ മരങ്ങൾ തമ്മിൽ കൂട്ടി വരച്ചിട്ട് പണ്ടത്തെ പ്രതിഭാസം പോലെ മരങ്ങൾ തമ്മിൽ കൂട്ടി വരച്ച് കത്തുന്നതാണ്. ചെറിയ ചെറിയ സ്പാർക്കിങ് എവിടെയെങ്കിലും ഉണ്ടാവും കല്ലുമേല് കിട്ടണതാ. കാരണം ഇതൊക്കെ വേറെ തരിശു ഭൂമികളല്ലേ. ഇവിടെ കൊറേ തരിശു ഭൂമികളുണ്ട്, പറയില്ല, അതേപോലത്തെ സ്ഥലങ്ങളാണ്. അത് കാരണം കൊണ്ട് നമ്മുടെ ഹൈ റേഞ്ചിലൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്, ഇടയ്ക്ക് തീ പിടുത്തുണ്ടാവാറുണ്ട് ഹൈ റേഞ്ചില്. അതേപോലൊക്കെ തന്നെ. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ ഇത്രയും കൂടി സീരിയസ് ആയിരിക്കും. ഇവിടെ ജനവാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ല അല്ലെ. ഇപ്പൊ ഒറ്റ കത്തലിന് 20,000 ഹെക്ടർ സ്ഥലമാണ് പോയിന്ന് പറഞ്ഞു. 20,000 ഹെക്ടർ. പിന്നെ ആ സൈഡിലൊക്കെ ഏതാണ്ട് ഒരു 5-6 കിലോമീറ്റർ നിന്ന് കത്തി പോയിട്ടുണ്ട്. അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. ഇതായിട്ട് ഞങ്ങൾ നടക്കാൻ വരുന്ന സ്ഥലമാണ്, പക്ഷെ കുറെ മാസങ്ങളായിട്ട് ഇപ്പൊ നടക്കുന്നില്ല. അപ്പൊ അതിന്റെ പേരില് ഇപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് വന്നതാണ്. പക്ഷെ അപ്പോഴാണ് അറിയണത് എല്ലാം കത്തിക്കറിഞ്ഞൊരവസ്ഥ. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങള് നടക്കേണ്ട ഈ പ്ലേസ് ഞങ്ങൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ വേറെ പ്ലേസിലേക്കാണ് ഞങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് പതുക്കെ ഗുഡ് ബൈ പറയാൻ നമുക്ക് സമയമായി. പുതിയ പ്ലേസിൽ പുതിയ വിശേഷങ്ങളായി വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.